ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ തിരക്കുന്ന ആളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇങ്ങനെ ഗ്രാഫിക്കലി ലെയർ ബൈ ലെയർ ആയിട്ട് കാണിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹലോ ഫ്രണ്ട്സ്, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്നും അതെങ്ങനെ ചെയ്യാമെന്നുമെല്ലാം പഠിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എങ്ങനെ ചില പ്രൊഫഷണൽ ടൂൾസ് ഉപയോഗിച്ച് മനോഹരമായി ചെയ്യാമെന്നാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടൂളിൻ്റെ പേരാണ് മൾട്ടിഗോ. ഇതൊരു പെയ്ഡ് ടൂളാണ്, എന്നാൽ അതേപോലെ പ്രൊഫഷണൽ ആയിട്ട് ടൂളുമാണ്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന മൾട്ടിഗോ ഇവരുടെ ട്രയൽ വേർഷനാണ്. ഇതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇത് നമുക്ക് വേണ്ട പല ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് മൾട്ടിഗോ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ലാസ്റ്റ് ടൈമിൽ ടൂൾ ഉപയോഗിച്ച് പഠിച്ചത് കാലി ലിനക്സിലാണ്. എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടൂൾ അല്പം ഗ്രാഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നത് കൊണ്ട് നമ്മളത് വിർച്വൽ മെഷീനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിന് നല്ലൊരു റാമും അതേപോലെ ഗ്രാഫിക്സ് കാർഡൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലി മെഷീൻ ഹാങ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ പോകുന്നത് എൻ്റെ വിൻഡോസ് മെഷീനിലാണ്. നിങ്ങൾ നേരെ മൾട്ടിഗോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് അവിടെ വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള EXE ഫയൽ ഡൗൺലോഡ് ചെയ്യുക. വേറെ ഒരു തേർഡ് പാർട്ടി സൈറ്റിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. ഈ ടൂള് സാധാരണ ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെയും നെക്സ്റ്റ് അടിച്ച് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഇത് ക്രിയേറ്റിംഗ് ടൈമിൽ ഒരു ഇമെയിൽ അഡ്രസ്സ് നിങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് തൽക്കാലമായി ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി അനുസരിച്ച് അല്പം ടൈം എടുക്കും. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസ്. ഇത് കാണുവാൻ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കിവിടെ കമാൻഡ്സ് ഒന്നും തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയി തന്നെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷൻ ടൂർ ഇവർ നമുക്ക് തരുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ന്യൂ എന്ന വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ന്യൂ ഗ്രാഫ് അവിടെ ഓപ്പൺ ആയി വരും. ഈ ഗ്രാഫിലാണ് നമുക്ക് വേണ്ട കമ്പോണൻസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടന്റ് കാണാൻ പറ്റും. ബിറ്റ് കോയിൻ, പേഴ്സൺ, അതേപോലെ മൊബൈൽ ഡിവൈസ്, അങ്ങനെ പലതരത്തിലുള്ള കണ്ടന്റ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ ഫ്രീ അല്ല, നല്ലൊരു ഭാഗവും പെയ്ഡ് ആണ്. എന്നാൽ നമുക്ക് വേണ്ടതായിട്ടുള്ളത് തൽക്കാലം ഇത് ടൂൾ മനസ്സിലാക്കുവാനും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുമായി ഫ്രീ ആയി അവൈലബിലിറ്റി ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാം. ലാസ്റ്റ് ടൈമിൽ പറഞ്ഞിരുന്നു എന്താണ് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് എന്ന്. അത്തരത്തിലുള്ളൊരു അഡ്വാൻസ്ഡ് ടൂളാണ് മൾട്ടിഗോ. ഇവിടെ നമുക്ക് വേണ്ട ആളുടെ പേര് അത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുകയാണെങ്കിൽ ഇൻ്റർനെറ്റിൽ അയാളുടെ ഇൻഫർമേഷൻസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം കളക്ട് ചെയ്യും. ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഫുൾ നെയിം കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ലാലേട്ടനെക്കുറിച്ച് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മുടെ ലാലേട്ടൻ്റെ ജസ്റ്റ് പേര് ഞാൻ കോപ്പി ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഈ പേര് ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്യുകയാണ്. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമുമായി സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അത് ജോയിൻ ചെയ്തുകൊള്ളൂ. ഇതേപോലെ നമുക്ക് ഏതൊരാളുടെ ഇൻഫർമേഷൻസും ഇതുവരെ കൊടുത്തു നോക്കാം. അയാളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പബ്ലിക്കലി അവൈലബിൾ ആണെങ്കിൽ അത് കളക്ട് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണോ നമുക്ക് വേണ്ട ട്രാൻസ്ഫോംസ് അത് ആഡ് ചെയ്യണം. ഇവിടെ ഓൾ ട്രാൻസ്ഫോം എന്ന ഓപ്ഷന് താഴെയായിട്ട് ധാരാളം സബ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളുടെ ഇമെയിൽ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നതോ, ഒരാളുടെ ഫോൺ നമ്പർ ഫൈൻഡ് ചെയ്യുന്നതോ, അയാളുടെ പേരിൽ എന്തെങ്കിലും ഡൊമൈൻസ് ഉണ്ടോ തുടങ്ങിയ എല്ലാം തന്നെ ഫൈൻഡ് ചെയ്യാൻ കഴിയും. ചില കേസിൽ മാത്രം നമുക്ക് ഇതേപോലെ എക്സ്ട്രാ ഇൻപുട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മൾ ഓരോ കമ്പോണൻസ് ആഡ് ചെയ്യുമ്പോഴും അയാളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഏതൊക്കെ സൈഡിലാണോ അവൈലബിലിറ്റി ഉള്ളത് അതൊക്കെ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് ചില ഡോട്ട്സ് കാണിക്കുന്നത് കാണാം. ഈ ഡോട്ട്സിലേക്ക് നമുക്ക് നമ്മുടെ മൗസ് പോയിൻ്റ് ഉപയോഗിച്ച് വിഷ്വാലിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാൻ കഴിയുന്നതാണ്. നമ്മുടെ ലാലേട്ടനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇപ്പോൾ IMDb വെബ്സൈറ്റിലും അതേപോലെയുള്ള വെബ്സൈറ്റിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെയാണ് ഇവിടെ ഫൈൻഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഫ്രീ ടൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇവിടെ ഫൈൻഡ് ചെയ്യുമെന്ന് കരുതരുത്. എന്നാൽ
ഇൻഫർമേഷൻ ഫൈൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻസ് ഫോം നമുക്കിവിടെ കാണുവാൻ കഴിയും. ഫൈൻഡ് ചെയ്ത ഇൻഫർമേഷൻസ് ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രാഫിക്കൽ ഡിസൈനിലോട്ട് നമുക്ക് മാറ്റുവാനും കഴിയും. നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഇവിടെ ഒരാളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അത് ഏതൊക്കെ സൈറ്റിൽ അവിടുന്ന് കണ്ടു, അവിടുന്ന് സൈറ്റിൽ നിന്ന് കണ്ടന്റ് എങ്ങോട്ടൊക്കെയാണ് പോയിട്ടുള്ളത് തുടങ്ങിയ എല്ലാ കണക്ഷൻസും ഇവിടെ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ഒരു പേഴ്സണെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡൊമൈൻ ബേസ് ഇൻഫർമേഷൻ എങ്ങനെ കളക്ട് ചെയ്യാമെന്ന് നോക്കുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതേ ലെഫ്റ്റ് സൈഡ് ഓപ്ഷനിൽ പോയിട്ട് അവിടെ ഡൊമൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡ്രാഗ് ചെയ്ത് ഈ ഗ്രാഫിൽ കൊണ്ട് ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ യൂട്യൂബിനെ കുറിച്ച് ധാരാളം ഇൻഫർമേഷൻസ് ഉള്ളത് കൊണ്ടും ധാരാളം റിസൾട്ട് നമുക്കിവിടെ കിട്ടുവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ യൂട്യൂബിൻ്റെ DNS ഡൊമൈൻ ഏതൊക്കെയാണ്, മെയിൽ സെർവർ ഏതാണ് തുടങ്ങിയ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ടാണിത്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിനെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇമെയിൽ അഡ്രസ്സുകളോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ സബ് ഡൊമൈൻസുകളോ അങ്ങനെ പല ഇൻഫർമേഷൻസ് നമുക്കിവിടെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇതാണ് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ്. അതായത് ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ഇൻഫർമേഷൻ വേണമെങ്കിലും കളക്ട് ചെയ്യാൻ കഴിയും. ഇവിടെ കൃത്യമായ ഗ്രാഫിക്കൽ കണക്ടിവിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് യൂട്യൂബിൻ്റെ ഡൊമൈൻസിനെ കുറിച്ചും ഇമെയിലിനെ കുറിച്ചും എന്തെങ്കിലും പബ്ലിക്കലി അവൈലബിൾ ആയ ഫോൺ നമ്പറിനെ കുറിച്ചും എല്ലാം തന്നെ ഇവിടെ കൃത്യമായ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്താണ് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടൂളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.